നമുക്കെല്ലാവർക്കും അറിയാം, മഹാദുരന്തമാണ് ഉണ്ടായത്. ആ ദുരന്തത്തിന്റെ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും. അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി ഇടപെടണമെന്നുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ എത്തുകയും വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തുകയും ഇന്ന് രാവിലെ അധ്യാപകരുടെ ഈ കെടുതിയുണ്ടായ സ്കൂളുകളിലെ അധ്യാപകരുടെ യോഗം പ്രധാനപ്പെട്ട ക്യാമ്പിൽ ചേരുകയും ക്ലാസുകൾ പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം തേടുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനുശേഷം ഇവിടെ ജനപ്രതിനിധികളുടെയും പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുടെയും യോഗം ചേർന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഒന്ന്, മെയിൻ ക്യാമ്പായിട്ടുള്ള GHSS മേപ്പാടിയിൽ അവിടെ ഏതാണ്ട് ഇപ്പോൾ തന്നെ 1890 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അവിടുത്തെ ക്യാമ്പ് മാറുന്ന മുറയ്ക്ക് ക്ലാസുകൾ ആരംഭിക്കണമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് മുഖ്യമായിട്ടും വെള്ളാർമല, മുണ്ടക്കൈ ഈ രണ്ട് സ്കൂളുകളിലെയും കുട്ടികളാണ് മുഖ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ സ്കൂളവിടെ ആ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി ചർച്ച ചെയ്യുകയും അതിന് നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നോഡൽ ഓഫീസറായി വയനാട് ഡെപ്യൂട്ടി ഡയറക്ടറെ നിയോഗിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IASനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നിരവധി നിർദ്ദേശങ്ങളാണ് ഈ ഇന്ന് കൂടിയ യോഗത്തിൽ വന്നിട്ടുള്ളത്. ഒന്ന്, കുട്ടികൾക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകണം. അത് തീരുമാനിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധാരാളം സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്ര പേർക്കാണ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതെന്നുള്ളവരെ മനസ്സിലാക്കി ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഹെഡ് ക്വാർട്ടേഴ്സിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നൊരു ക്യാമ്പ് നടത്തി ആ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്.